റാണിയോടെ പോകും. അവരുടെ നാട്ടിൽ പുതിയ വേലക്കാരി വരണുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞേ. നീ ഏമാനെ കണ്ടോ? കാലുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ തള്ളയുടെ കൈ കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇന്ദുക്കുഞ്ഞിന് വീട്ടിൽ പോയി നിൽക്കും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട, ഇവിടെ ഒരു വാതി ഒഴിപ്പിക്കൽ നടത്താറുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളൂ. വരട്ടെ മോളെ, വരട്ടെ മോനെ. അച്ഛാ കാപ്പി. എടാ ഒരുപാട് തേങ്ങാവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങു വേണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക, ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛൻ അതും കൊടുക്കും. വാ. ഈ കുഞ്ഞു വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ബാലേന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും. ഇനി വല്ല പിണങ്ങിയ പറ്റ പോന്നാണോ? അവര് തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്ന് പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്. ഞാൻ ഫുൾ. ഞാൻ നിൽ. നിങ്ങളോ? ഞാനും ഫുള്ള. കണ്ട കാശ് തരണം. ഒരു 100 രൂപ കടണ്ട. കാശില്ലെങ്കിൽ കളിക്കണ്ട, എല്ലാവരും വെക്കണം. വെക്കണം. കാശില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വേണ്ട, പ്രശ്നം തീർന്നല്ലോ. മക്കള് പഠിക്കാണോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കണക്കിട്ട് തരാം, ചെയ്യ. 1000 മാക്രിക്ക് 1/2 പൂക്കറി. എന്നാ ഒരു പൂക്കറിക്ക് എത്ര മാക്രി? ചെയ്യാൻ സജിമോനെ നമ്മള് മുറി പോയിരുന്നു പഠിക്കും. അതെന്താ കുമാരൻ നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട. എന്നാ നിന്നെ പഠിപ്പിക്കാം. ഇരിക്കെ. എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്റെ മുറി വരെ ഒന്ന് പോണം. കാറ് വിളിക്കണോ? വേണ്ട വേണ്ട, എനിക്ക് ഞാൻ കൊണ്ടേയാക്കാം. വേണ്ട വേണ്ട, നീ മൂന്നാമനത്തേക്ക് നടക്കുന്നവന് എന്താ പോക്കണ്ട. എന്റെ ഭാര്യ വെക്കും മന്ദാകിനി. മന്ദാകിനി മോശം. ഇവർക്ക് ചെവി കേൾക്കൂലേ? നിങ്ങൾ എന്തിനാണ് വലിച്ചു കയറുന്നത്? എന്നോട് പൊക്കടി, എനിക്ക് മുറിയിൽ പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ തന്നെ കിടന്നോ. പുറത്ത് പറിച്ചാനാ, കുടിക്കാനല്ലേ. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം, കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ? ഇവൾക്കൊരു വയറ്റുവേദന. എപ്പോ തുടങ്ങി? കുറച്ചുനാളായി. ഈ കുപ്പി ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പഠിച്ചു. കഴുകിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി? എന്ത് പറ്റി? കണ്ടോ? ഇത് ആശുപത്രിയോ വിചാരിച്ചാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടാണെങ്കിൽ വേണം, ഇങ്ങോട്ടാണെങ്കിൽ വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടാണെങ്കിൽ വരാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ? പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കും. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പിയുടെ അനിയത്തിയായിരിക്കും. എടി,
നീ ആ പുഷ്പാങ്കരം പോലുള്ള തെക്കിലെ നാടകക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് 4 ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞോ? ഇല്ല നിന്നെ ഞങ്ങൾ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടുപോ. സത്യം പറടി, നീ ആ തിലോത്തമ്മനല്ലേ? ഞാനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ നിന്നെ വന്ന പോലെ തിരിച്ചു വിടാം. അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് പറിച്ച് കിറിയാൻ കടലെറിയും. എന്റെ പൊന്നാങ്ങളെ വരെ എന്നെ തല്ലല്ലേ. ആ രാജപ്പൻ ഡോക്ടർ റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. എങ്ങനെ വിട്ടാ പറ്റില്ല. പിടിച്ചാ എങ്ങോട്ട് വഴി. ജോയ്, അവളൊന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കിട്ടിയതാ? പാവം. പാവമാ? ആറാം പറഞ്ഞ പന്നിയാ. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേസിനെ കണ്ടുപോരുത്. ഓടി മുട്ടേന്ന് വരുന്നതിന് മുമ്പ് കക്കാൻ പഠിച്ചിരിക്കുന്നില്ലേ? നിന്റെ എവിടെയാ തല്ലിയത്? ഇവിടെ ഒത്തിരി നൊന്താ നിന്നെ? നീ എന്ത് നോക്കുവോ? കട്ടുറുമ്പിനെ എന്തിനാ? അതിന്റെ പുറകുവശത്ത് കൊമ്പ് പോലൊരു സാധനമുണ്ട്. അത് മേത്തു വീണാ സൂചി പോലെ തുളഞ്ഞു കയറും. നേരോ? ആ, ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. കിട്ടി. ഇതൊന്നും കടിക്കുന്നുണ്ട്. എന്തോ കടിക്കുന്നേ? അയ്യോ, ഇത് കല്യാണേ ഓടി വാ. ഓടി ഓടി എന്തോ കടിക്കുന്നേ? അയ്യോ നീ മുന്നേ